വ്യക്തിക്ക് ഇമോഷണലി നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കണക്റ്റഡ് ആണെങ്കിൽ അവരിൽ നിന്നും കാണാൻ കഴിയുന്ന കുറച്ച് സയൻസിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങളാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പ്രകടമാകും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത്, അതായത് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അവരെ കുറിച്ച് നമ്മൾ ഓർക്കും എന്നുള്ളതാണ്. ഇൻ കേസ് നമുക്ക് ആ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ, അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവരിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, അതല്ല നിങ്ങൾക്ക് ഡെയിലി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്കത് സാധിക്കും. മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരിലേക്ക് പോകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇമോഷണലി അട്രാക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുകയുള്ളൂ. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയിലേക്ക് അവർ തിരിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് അവർ ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോ ഒന്നാമതായി ഇമോഷണലി കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സൈൻ എന്ന് പറയുന്നത് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. നമുക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ ഒരു ഇമോഷണലി ആരെങ്കിലുമായിട്ട് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് പെട്ടെന്ന് വിളിക്കുക അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. രണ്ടാമതായി, ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ വ്യക്തികൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറുതെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും. എന്നാലും ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകള് അതെല്ലാം ഓർത്തിരിക്കും എന്നുള്ളതാണ്. അത് സ്പെഷ്യൽ ഒക്കേഷൻസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റുകൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളായിക്കൊള്ളട്ടെ, അതൊക്കെ അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്ക് എനിക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷെ അവരത് ഓർത്തിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു ഡേറ്റ് എത്തുന്ന സമയത്ത് ഇന്നല്ലേ നീ അന്ന് പറഞ്ഞ കാര്യം, ലൈക്ക് ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീപ്ലൈ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുമായിട്ട് ആ വ്യക്തി ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നതിന്റെ മറ്റൊരു സൈനാണിത്. മൂന്നാമതായി, ഒരിക്കലും നിങ്ങളെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിത്വവുമായിട്ട് കമ്പയർ ചെയ്യാനോ ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകൾ തയ്യാറാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാൾ ബെറ്റർ ആണെന്നോ അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ ബെറ്റർ ആണെന്നോ ആ രീതിയിലുള്ള ഒരു സംസാരം ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകൾ ചെയ്യാറില്ല. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നാലാമതായി, ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകളുടെ സംസാരം വളരെ ഓപ്പൺ ടോക്ക് ആയിരിക്കും. ഒരു കാര്യവും പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. വളരെ ഹോണസ്റ്റ് ആയ രീതിയിൽ, സത്യസന്ധമായ രീതിയിലായിരിക്കും നിങ്ങളോട് എല്ലാ കാര്യവും അവർ പറയുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മറ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഡിങ് അവരുടെ സംസാരത്തിലോ അവരുടെ പ്രവൃത്തിയിലോ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നില്ല. അത്രത്തോളം ഓപ്പൺ ആയിട്ടായിരിക്കും ഇമോഷണലി നിങ്ങളുമായി കണക്റ്റഡ് ആയ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അവർക്ക് ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പ്രധാനമാണ് എഫേർട്ട് എടുത്തുകൊണ്ട്, ഒരു പക്ഷെ അവരുടെ സിറ്റുവേഷൻ മറ്റൊന്നായിരിക്കും, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അത്രത്തോളം ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കില്ല നിലവിലെ അവരുടെ സിറ്റുവേഷൻ. എന്നിരുന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലും എഫേർട്ട് എടുത്തുകൊണ്ട് ടൈം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ലൈഫില് അല്ലെങ്കിൽ അവരുടെ മൈൻഡില് നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായി അത്രത്തോളം അടുപ്പത്തിലാണ്, അവർ അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോ എഫേർട്ട് എടുത്തുകൊണ്ട് ടൈം മാക്സിമം കണ്ടെത്തിക്കൊണ്ട് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ അപ്ഡേഷൻ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇമോഷണലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുമായി അത്രത്തോളം ഒരു സ്നേഹബന്ധം അവരുടെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ
വ്യക്തമായ മറ്റൊരു സൈനാണ്. ഫൈനലി ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് അവരുടെ മനസ്സിൽ നമുക്ക് വളരെയധികം ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഗഡ് ഫീലിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരിക്കും ആ വ്യക്തി എന്നോട് മാനസികമായി വളരെ അടുപ്പത്തിലാണ് അല്ലെങ്കിൽ വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സൈനാണ്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ഇമോഷണലി നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എന്നുള്ളത്. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവും ഇമോഷണലി കണക്റ്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. ഫിസിക്കലി കണക്ഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഫിസിക്കലി കണക്ഷൻ രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും. ഇമോഷണലി കണക്റ്റഡ് ആവാതെ ഒരു വ്യക്തി പലപ്പോഴും ഫിസിക്കലി കണക്റ്റഡ് ആവാറില്ല എന്നുള്ളതാണ്. സോ ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നതിന്റെ വ്യക്തമായ സൈനാണ് ഇവയെല്ലാം. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ തന്നെ വളരെ പോസിറ്റീവായ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.